ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞിൻ്റെ ഫീഡിങ് നിർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അതെങ്ങനെയാണ് നിർത്തിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തിയ രീതികളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഫീഡ് ചെയ്തത്, ഫീഡിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ അല്ല, എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് കുഞ്ഞിനെ ഫീഡ് ചെയ്തത്. അവളാകെ ഒരു കുറച്ച് കിലോ ഉണ്ടായിരുന്നു കേട്ടോ ജനിക്കണ സമയത്ത്. അപ്പം അതിൽ നിന്ന് അവളെങ്ങനെയാണ് ഞാൻ ഒരു എന്താ പറയുക നല്ലൊരു ഹെൽത്തി ആക്കി മാറ്റിയത് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. അന്നമോള് ജനിക്കുന്ന ഒരു ടൈമിൽ അന്നമ്മളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 2,100 ആയിരുന്നു. 2,100 ഉണ്ടായിരുന്ന കുഞ്ഞി ആ ടൈമിൽ തന്നെ വെയിറ്റ് കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അന്നമോള് ജനിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 37ാമത്തെ ആഴ്ചയിലാണ്. അതായത് സാധാരണ ഒരു ഡെലിവറി നടക്കുന്ന ഒരു ടൈമാണ് 37 ആഴ്ച തൊട്ട് 40 ആഴ്ച വരെ എന്ന് പറയും. അപ്പോൾ തന്നെ ഒരു ഹെൽത്തി അല്ലെങ്കിൽ എന്താ പറയുക ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞ് എന്നുള്ള രീതിയിൽ തന്നെയാണ് 37ാമത്തെ ആഴ്ചയിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷേ അന്നമോളുടെ ആ ടൈമിലെ വെയിറ്റ് എന്ന് പറയുന്നത് 2,100 ആയിരുന്നു, 100 സംതിങ് ആയിരുന്നു കേട്ടോ. പിറ്റേ ദിവസം അതായത് 4ാം തീയതി കുഞ്ഞ് ജനിച്ചു, 5ാം തീയതി ആയപ്പോഴേക്കും കുഞ്ഞിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1,800 സംതിങ് ആയി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറഞ്ഞു, കുഞ്ഞിന് ഷുഗറിൻ്റെ ലെവൽ കുറഞ്ഞു വരുന്നതായിരുന്നു അതിനുള്ള ഒരു റീസൺ. അപ്പോൾ എന്താ പറയുക കുഞ്ഞ് ഫീഡ് ചെയ്യും, അതുകൊണ്ടാണ് ഡോക്ടർ നമ്മളുടെ കയ്യിലേക്ക് തന്നിട്ട് NICUവിൽ കിടത്താതിരുന്നത്. ഫീഡിങ് നടക്കുന്നുണ്ടായിരുന്നു, കുഞ്ഞ് നന്നായിട്ട് വലിച്ചു കുടിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് എന്തായാലും പാല് വരില്ലല്ലോ. അത് കഴിഞ്ഞുള്ള ഓരോ ദിവസവും പെട്ടെന്നായിരുന്നു കേട്ടോ അവളുടെ ചേഞ്ച്. അപ്പോൾ അവൾ ജനിച്ചപ്പോൾ ഉള്ളൊരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം, ഒരു 3 മാസം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് തമ്മിലുള്ളൊരു വ്യത്യാസം. അതായത് അത്ര വെയിറ്റ് കുറവായിട്ട് ജനിച്ച കുട്ടീനെ ഞാനൊരു 3 മാസം കൊണ്ട് ഫീഡിങ് മാത്രം ചെയ്തിട്ടാട്ടോ അതായത് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. എനിക്ക് ആദ്യത്തെ ഒരു ഇതിൽ എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടത്, എങ്ങനെ ഇരുന്ന് ഫീഡ് ചെയ്യണം ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു കേട്ടോ. അതായത് മൂച്ചുണ്ടായിരുന്ന സമയത്ത് ഒരിക്കലും കിടന്ന് ഞാൻ കുഞ്ഞിന് പാല് കൊടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരുന്നു. ചില ആൾക്കാരൊക്കെ കാണാൻ വരുമ്പോൾ പറയും കിടന്ന് പാല് കൊടുത്തോ, സിസേറിയൻ കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് പാല് കൊടുക്കണ്ട, അത് നടുവിന് പിന്നെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ആ പേടി ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിൽ ഞാൻ ഉറങ്ങില്ല. അവന് പാലാകെ 4 മാസം ഞാൻ കൊടുത്തിട്ടുള്ളൂ. ആ 4 മാസം ഞാൻ കൊടുത്തിട്ടുള്ള ടൈമിലൊക്കെ ഞാൻ ഇരുന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം എനിക്കറിയായിരുന്നു. ബാക്കി എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് കോലഞ്ചേരി ഹോസ്പിറ്റലാണ്. അവിടുന്ന് പോകുന്നേക്കാളും മുമ്പ് നമുക്ക് വ്യക്തമായിട്ട് എങ്ങനെ കുഞ്ഞിനെ ഫീഡ് ചെയ്യണം, ഏത് രീതിയിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കൊരു ക്ലാസ് എടുത്ത് തന്നിട്ടോ അവർ നമ്മളെ വിട്ടത്. അന്നമോൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല നടുവേദന ഉണ്ടായിരുന്നു. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സ്റ്റിച്ചിന് പെയിനോ അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ആദ്യത്തേനെ അപേക്ഷിച്ച് രണ്ടാമത്തെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെലിവറി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡെലിവറി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള പെയിൻ എല്ലാ കാര്യവും എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ട് ഒട്ടും പെയിൻ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഭയങ്കര നടുവേദന ആയിട്ട് കൂടി ഞാൻ ഇരുന്ന് മാക്സിമം പാല് കൊടുക്കൂട്ടോ. കാരണം എനിക്ക് കിടന്നു കൊടുക്കാൻ ഭയങ്കര പേടിയാണ്. ഞാൻ ഓരോ ന്യൂസിലും ഓരോ കാര്യത്തിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഇരുന്ന് കൊടുക്കുന്നതാണ് സേഫ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയറിൽ ഇരിക്കുമ്പോൾ ബാക്കിനൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒരു പില്ലോ വെച്ചിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ കട്ടിലിൽ ഇരുന്നാണ് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതെങ്കിൽ കട്ടിലിൽ ചാരി ഇരിക്കാവുന്ന രീതിയിൽ ഒരു പില്ലോ ബാക്കിൽ സപ്പോർട്ടായിട്ട് വെക്കുക, എന്നിട്ട് ഇരുന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു രീതി തന്നെ ഇരുന്ന് എവിടെ ഇരുന്നാലും ഒരു പില്ലോ സപ്പോർട്ടോട് കൂടി കുഞ്ഞിനെ ഇരുന്ന് ഫീഡ് ചെയ്യാനാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ആ ടൈമിലൊക്കെ കുഞ്ഞ് എൻ്റെ കൂടെയായിരുന്നു കൂടുതൽ ടൈം. അമ്മ എടുക്കാനോ ആരെടുക്കാനോ കുഞ്ഞ് സമ്മതിക്കില്ല. കുഞ്ഞ് ഫീഡിങ് അതായത് ഫോർമുല ഫീഡ് ഒന്നും എടുക്കാത്ത കുഞ്ഞാണ്, മുലപ്പാൽ മാത്രം കുടിച്ചൊരു കുഞ്ഞായതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്ത ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യം ഫീഡ് ചെയ്യുന്ന ടൈമിൽ അതായത് ആദ്യത്തെ ഡെലിവറിയിൽ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ കുഞ്ഞിനെ ചെരിച്ച് പിടിച്ച് കുഞ്ഞിൻ്റെ വയറ് നമ്മളുടെ വയറിനോട് ചേർത്ത് വെച്ചിട്ട് വേണം ഫീഡ് ചെയ്യാനൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞിനെ വെച്ച് പാൽ കൊടുക്കുള്ളായിരുന്നു, അത്രേ എനിക്ക് അറിയുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൈത്തണ്ടയിൽ കുഞ്ഞിനെ ഇങ്ങനെ കിടത്തും. കുഞ്ഞിനെ ഈ പൊസിഷനിലേക്ക് എടുത്തിട്ട് കുഞ്ഞിനെ നേരെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ നിപ്പിളിൻ്റെ ഏരിയയിലേക്ക് തിരിച്ച് കുഞ്ഞിന് വായിൽ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ നിപ്പിൾ ഏരിയ മൊത്തം കുഞ്ഞിൻ്റെ വായിലാണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ പൊട്ടിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ഒരു ചാൻസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കുഞ്ഞിനെ തിരിച്ച് കിടത്തിയിട്ട് നമ്മളുടെ വയറിനോട് കുഞ്ഞിൻ്റെ വയറ് ഒട്ടുന്ന രീതിയിലാണ് ഞാൻ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ഫീഡിങ് കഴിഞ്ഞ ഉടനെ കുഞ്ഞിന് ഗ്യാസ് തന്നെ പോകും. അപ്പം നമ്മളിങ്ങനെ തട്ടി കൊടുത്തിട്ട് ഗ്യാസ് ഇങ്ങനെ കുറേ നേരം തട്ടിയാലും ചില പിള്ളേർക്കൊന്നും പോവാതിരിക്കണം കണ്ടിട്ടുണ്ട്. എൻ്റെ മോച്ചൂനൊന്നും ആദ്യം അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇവൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറിനോട് അമരുന്ന കാരണം തന്നെ കുഞ്ഞ് ഫീഡിങ് കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇങ്ങനെ ഇത് പോകട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. കാരണം കുഞ്ഞിനെ പുറത്തിട്ട് തട്ടേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഞാൻ കൂടുതൽ കുഞ്ഞിനെ പുറത്തിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കണേക്കാളും കൂടുതൽ എൻ്റെ തൊടയിൽ കിടത്തി കുഞ്ഞിനെ തട്ടി പതുക്കെ കൊടുക്കാറാട്ടോ. ഞാൻ അപ്പം തന്നെ കുഞ്ഞ് ഉറങ്ങായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഓൾറെഡി കുഞ്ഞിൻ്റെ ഗ്യാസ് പോയിട്ടുണ്ട്. കുഞ്ഞ് പാല് കുടിച്ച് കഴിയുമ്പോൾ തന്നെ കുഞ്ഞിന് പോണ ഒരു രീതിയായിരുന്നു എൻ്റെ കുഞ്ഞിന്.
അപ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് തിരിച്ച് ഒന്ന് പതുക്കെ ഈ മടിയിലേക്ക് എടുത്തിട്ട് ഒന്ന് തട്ടിക്കൊടുക്കും. അപ്പോൾ തന്നെ ബാക്കി എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ അങ്ങനെ പോയിരുന്നു കേട്ടോ. അപ്പോൾ ആ കാര്യത്തിലൊന്നും എനിക്ക് അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കറക്റ്റായിട്ട് കുഞ്ഞിനെ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ്, ചില ദിവസങ്ങളിൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ 1 മണിക്കൂർ വരെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഫീഡിങ്ങും. കണ്ടിന്യൂസ്ലി രാത്രി അവളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കും. ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ നിർത്താതിരുന്ന് കുടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കുഞ്ഞ് അതിന് വിടില്ല, കുഞ്ഞ് കുടിച്ചുകൊണ്ടേ ഇരിക്കും. കുഞ്ഞിനെ കൊണ്ട് എനിക്ക് വലിയ ശല്യം ഉണ്ടായിട്ടില്ല. കുഞ്ഞ് രാത്രി കരഞ്ഞ് ഒച്ചയെടുത്ത് കരഞ്ഞ് ശല്യം ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് അങ്ങനെ മാറും എന്നുള്ള രീതിയിൽ ഞാൻ കുഞ്ഞിനെ എപ്പോഴും ഫീഡ് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. കുഞ്ഞ് ചോദിക്കുന്ന ടൈമിലൊക്കെ ഫീഡ് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല, അവൾക്ക് അത് ഓക്കെയാണ്, നിങ്ങൾക്ക് അത് പ്രശ്നമില്ലെങ്കിൽ വേറെ ആർക്കും ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് കൊടുത്തോളാനാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ കൊടുക്കുകയായിരുന്നു കേട്ടോ, പാല് കൊടുക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ഇപ്പം നമ്മൾ ഏത് കുഞ്ഞുങ്ങളൊക്കെ ആയാലും പാല് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു സൈഡ് 2 സൈഡ് മാറി കൊടുക്കണം. ഒരു ടൈമിൽ നമ്മൾ പാല് കൊടുക്കുമ്പോൾ ഈ 2 സൈഡ് മാറി മാറി കുഞ്ഞിനെ ഫീഡ് ചെയ്യിപ്പിക്കണം എന്ന് തന്നെയാട്ടോ പറയണത്. അപ്പോൾ ആദ്യം വരുന്ന ഒരു പാലിന് വളരെ കട്ടി കുറവായിരിക്കും. അപ്പോൾ മിക്ക അമ്മമാരും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാല് കുടിച്ച് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പിന്നെ കരച്ചിൽ നിർത്തും. അപ്പോൾ പിന്നെ അവരത് ഓക്കെ എന്നുള്ള രീതിയിൽ കുഞ്ഞിനെ വിടിയിച്ച് കുഞ്ഞിനെ പാല് കൊടുത്താൽ അവിടെ വെച്ച് നിർത്താറാണ് പതിവ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു പാലുണ്ട്, അത് നല്ല കട്ടിയുള്ള പാലായിരിക്കും. ഈ പാലാണ് കുഞ്ഞുങ്ങൾക്ക് പോഷകം തരുന്നതും അത് മാത്രമല്ല കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റുന്നത് ഈ ഒരു പാലാണ്. അപ്പോൾ അതുകൊണ്ടാണ് മിക്ക കുഞ്ഞുങ്ങളും നമ്മൾ ഫീഡ് ചെയ്യിപ്പിക്കുമ്പോൾ അവർ ഈ പാല് ആദ്യം വരുന്ന പാല് കുടിച്ചിട്ട് ചിലപ്പോൾ അവർ ഉറങ്ങിപ്പോയിരിക്കും. അതിങ്ങനെ വെള്ളം പോലെയാണ്, അത് അവരുടെ ദാഹം മാറ്റാൻ മാത്രമേ സഹായിക്കുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോവും, കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നെ എഴുന്നേറ്റ് കരയും. നന്നായിട്ട് ഫീഡ് ചെയ്ത ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞ് പിന്നെ ഉറക്കത്തിൽ എഴുന്നേറ്റ് കരയോ ഒന്നും ചെയ്യില്ല കേട്ടോ. ഗ്യാസ് പോയി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞാണെങ്കിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല, കരയില്ല, അങ്ങനെ ഒന്നും ചെയ്യില്ല. കുഞ്ഞുങ്ങളുടെ വിശപ്പ് മാറാത്തതുകൊണ്ടും അതല്ലെങ്കിൽ നന്നായി ഫീഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഗ്യാസ് ശരിക്കും പോവാത്തതുകൊണ്ടും കേട്ടോ കുഞ്ഞുങ്ങൾ ഈ കിടന്ന് കരയാറ്. അപ്പോൾ എൻ്റെ ഡോക്ടർ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ടൈമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് സിസേറിയനാണ്, പിന്നെ എനിക്കിങ്ങനെ ഈ ആയുർവേദ മരുന്നുകൾ എടുക്കുന്നതിനോടോ അല്ലെങ്കിൽ ഇങ്ങനെ അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. എനിക്കിഷ്ടമല്ല, എൻ്റെ ശരീരത്തിൽ അത് പിടിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അതിനോട് താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് തന്നെ കഴിക്കാൻ അധികം ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പിന്നെ ഞാൻ ഈ എന്താ പറയുക വൈറ്റമിൻ ഡിയുടെയും കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റൊക്കെ കുഴപ്പമില്ല, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയാണല്ലോ എന്ന് വെച്ച് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് വൈറ്റമിൻ ഡിയും കാൽസ്യം ടാബ്ലറ്റ് തന്നിട്ടുണ്ട്, അത് നന്നായിട്ട് കഴിക്കുക. മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സി സെക്ഷൻ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അത് തന്നിട്ടുണ്ടായിരുന്നു. ബ്ലഡും കാര്യങ്ങളൊക്കെ ഒരുപാട് പോയതുകൊണ്ട് തന്നെ എനിക്ക് അത് വേണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അത് തന്നിട്ടുണ്ടായിരുന്നു, ഒരു 6 മാസത്തേക്ക് എടുക്കാൻ. അപ്പോൾ അതും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് കഴിക്കുന്നുണ്ട്, പിന്നെ അതും കൂടി ആകുമ്പോൾ ഇത് നിർത്തേണ്ടി വരും. പിന്നെ അതെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആകെ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫോഴ്സ് ചെയ്ത് കഴിക്കണ്ട, തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താൻ കഴിക്കുക, തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ടാന്ന് തന്നെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ല, അപ്പോൾ എൻ്റെ അമ്മയ്ക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല, എൻ്റെ ഇഷ്ടത്തിനായിരുന്നു അമ്മ നിന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു കേട്ടോ. ഇന്ന് വരെ ആ ദിവസങ്ങളിലൊക്കെ സത്യം എൻ്റെ അമ്മേനോട് ചോദിച്ചറിയാം, എൻ്റെ കുഞ്ഞ് ഗ്യാസിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞ് കരഞ്ഞിട്ടില്ല, രാത്രിയിൽ കരഞ്ഞ് ഒച്ച ഉണ്ടാക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു മരുന്നൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് പോകുമ്പോൾ അത് കുഞ്ഞിലേക്ക് എത്തും. കുഞ്ഞും മുലപ്പാൽ കുടിക്കുമ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു അതും മുലപ്പാലിലൂടെ കുഞ്ഞിന് അതിൻ്റെ ടേസ്റ്റ് കിട്ടും, അതിൻ്റെ കാര്യങ്ങൾ കിട്ടും. ആ രീതിയിലാണ് ഗ്യാസ് വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് സത്യമാണോ ശരിയാണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. എൻ്റെ കുഞ്ഞിന് അങ്ങനെ ഗ്യാസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കുഞ്ഞിൻ്റെ ഈ വായിൽ ഫുള്ളായിട്ട് നമ്മുടെ നിപ്പിൾ ഏരിയ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അവിടെ പൊട്ടാനൊക്കെ ഇത് വന്നിട്ട് പൊട്ടുകയൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്താ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞിന് ഫീഡ് ചെയ്യിക്കുമ്പോഴൊക്കെ. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ പേടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് പല്ല് വന്നു കഴിയുമ്പോൾ കുഞ്ഞ് കടിക്കുമോ പിടിക്കുമോ എന്നൊക്കെയാണ് എനിക്ക് ഏറ്റവും വലിയ പേടി. പക്ഷേ എൻ്റെ മുകളിൽ ഒരു 1.5 വയസ്സ് വരെ പാല് കുടിച്ചിട്ടുണ്ട്. 1.5 വയസ്സ് വരെ അവൾ കടിച്ചിട്ടില്ല കേട്ടോ. അവൾക്ക് പല്ല് മൊത്തം പല്ല് വന്നിട്ടും അവൾ കടിച്ചിട്ടില്ല. അവളുടെ ആവശ്യം പാല് കുടിക്കുക എന്നുള്ളതാണ്. അത് അവൾ കഴിക്കും. നമ്മൾ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ കടിച്ച് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് വരെ കടിച്ച് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഉറക്കത്തിലൊക്കെ അറിയാതെ കടിച്ച് പോയിട്ടുണ്ട്. അത് അവൾ ഉറങ്ങിപ്പോകുമ്പോൾ അറിയാതെ ചെയ്യണതാണെന്നല്ലാണ്ട് അവൾ എഴുന്നേറ്റിരിക്കുന്ന ടൈമിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനൊരു 9 മാസം കഴിഞ്ഞ് പിന്നെ പതുക്കെ ഒന്ന് കിടന്നൊക്കെ ഫീഡ് ചെയ്യിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കിടന്ന് ഫീഡ് ചെയ്യിക്കുമ്പോഴും ഞാൻ ഭയങ്കര അലേർട്ടായിരിക്കും കേട്ടോ. കാരണം ഞാൻ ഉറങ്ങി പോകാറേ ഇല്ല. ഞാൻ എപ്പോഴും ലൈറ്റ് ഫുള്ള് ഇട്ടിട്ട് കുഞ്ഞിനെ കിടത്തി ഞാൻ ഫീഡ് ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ നോക്കിയിരുന്ന് അവൾ ഉറങ്ങി അവളുടെ ഗ്യാസൊക്കെ പോയി അവൾ ഓക്കെ ആണ് എന്ന് വരുത്തിയിട്ട് മാത്രമേ ഞാൻ കിടന്നുറങ്ങാറുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അത്രയ്ക്ക് പേടിയുള്ള കാര്യം കേട്ടോ. 2, 3, 4 ദിവസങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി ഉറങ്ങാതെ ഇരുന്നിട്ട് പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം എനിക്ക് അത്ര പേടിയായിരുന്നു. മൈൻഡിൽ ഫുൾ നമുക്കൊരു പേടി വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കം വരില്ലല്ലോ. ആ ഒരു രീതിയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞിന് വെയിറ്റ് വരാനുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും നിങ്ങൾ ഫുഡ് കൊടുത്തു തുടങ്ങിയോ, കുഞ്ഞിന് ഫുഡ് കൊടുത്തു തുടങ്ങി. 3 മാസമായപ്പോൾ ഒരു ആൾക്കാർ ചോദിച്ചു തുടങ്ങി ഫുഡ് കൊടുത്തു തുടങ്ങിയോ. ഫുഡ് കൊടുത്തിട്ടല്ല, കുഞ്ഞിന് കറക്റ്റായിട്ട് ഫീഡ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ്. നമ്മൾ ഓരോ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ 2 മണിക്കൂറൊന്നും തികയ്ക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കുഞ്ഞ് രാത്രി ഫുൾ കണ്ടിന്യൂസ്ലി കുഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു 2 മണിക്കൂറൊക്കെ നിർത്താതെ കുടിച്ചുകൊണ്ടിരിക്കുക. എത്ര പേര് ഇത് വിശ്വസിക്കുമെന്ന് അറിയില്ല കേട്ടോ. നിർത്താതെ കുടിച്ചിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കുന്നത് ചിലപ്പോൾ രാവിലെ 10 മണിക്കായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒന്നും എഴുന്നേറ്റ് കുടിക്കാറില്ല കേട്ടോ. അങ്ങനെയായിരുന്നു കേട്ടോ കുഞ്ഞ്.
പകല് ഞാൻ ഓരോ 2 മണിക്കൂർ ഇടവിട്ടാൽ ഞാൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അവളെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കും, അവൾ അവിടെ നിന്ന് കൈയും കാലൊക്കെ ഇട്ട് കളിക്കാൻ നോക്കും, ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഫീഡ് ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ടൈം എടുത്താണ് ഫീഡ് ചെയ്യാറ്. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. നമ്മുടെ കുഞ്ഞാണ് നമുക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ 2 ബ്രസ്റ്റിൽ നിന്ന് മാറി മാറി ഞാൻ ഫീഡ് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. ഉറങ്ങിപ്പോയാൽ തന്നെ ഒന്ന് പതുക്കെ ഒരു നുള്ളോ അല്ലെങ്കിൽ ഇങ്ങനെ കാലുമ നിക്കിളിയാക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ച് അവളെ എഴുന്നേൽപ്പിച്ച് ഇപ്പുറത്തെ ബ്രസ്റ്റും കൂടി ഫീഡ് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അല്ലാത്ത അങ്ങനെ ഉറങ്ങി പോകുന്ന സാഹചര്യങ്ങളിൽ എനിക്കിവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരെണ്ണത്തിൽ നിന്ന് കുടിച്ചു ഒരെണ്ണത്തിൽ കുടിക്കാത്ത ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഫുൾ നീർക്കെട്ട് പോലെ ഇവിടെയൊക്കെ ഫുൾ പാല് വന്ന് നിറഞ്ഞ് കൈയൊന്നും പൊക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ബ്രസ്റ്റിൽ നിന്നും നല്ല ടൈം എടുത്ത് കുഞ്ഞ് കുടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞിൻ്റെ ദാഹവും മാറും, വിശപ്പ് മാറും, കുഞ്ഞിന് വെയിറ്റ് വരാനുള്ള രീതിയിലുള്ള പോഷകങ്ങൾ ശരീരത്തിൽ വരും, അങ്ങനെ വെയിറ്റും കൂടും കേട്ടോ. പിന്നെ നമ്മൾ കുഞ്ഞിന് വെയിറ്റ് കൂട്ടാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫുഡിലും കൂടി കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. കറക്റ്റായിട്ട് നമ്മൾ കാൽസ്യം അയൺ ടാബ്ലറ്റ് ഡോക്ടർ തരുന്ന ടാബ്ലറ്റ് കറക്റ്റായിട്ട് എടുക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളുടെ ഇപ്പോൾ കുഞ്ഞ് ഫീഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ വൈറ്റമിൻസും കുഞ്ഞിന് വലിച്ചെടുക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി കുഞ്ഞ് പാൽ കുടിക്കുന്നതനുസരിച്ച് അത് കുഞ്ഞിലേക്ക് പോകും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഫുഡിലൂടെയും മെഡിസിനിലൂടെയും എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ അളവ് കുറയും. നമുക്ക് കുഞ്ഞിന് പാൽ കൊടുക്കാനുള്ള ഒരു ശേഷി പോലും ഉണ്ടാവില്ല. നമ്മളുടെ ഹെൽത്ത് വൈസ് നമ്മൾ വീക്ക് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാനിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പഠിക്കാൻ പോകുന്ന ടൈമിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നോട് ഒരു 1.5 വർഷം വരെ കണ്ടിന്യൂസ്ലി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെലിവറി ആയിരുന്നു എൻ്റെ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീക്കായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എന്നോട് എടുക്കാൻ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കണം, കറക്റ്റായിട്ട് ഇത് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ക്ലാസ്സിൽ പോയി തുടങ്ങിയപ്പോൾ ഇതെടുക്കല അങ്ങോട്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, മെഡിസിൻ എടുക്കുന്നില്ല, കുഞ്ഞ് ഫീഡ് ചെയ്യുന്നു, നന്നായിട്ട് ഫീഡ് ചെയ്യുന്നു. ആ സാഹചര്യം വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി. എനിക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ പാല് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നില്ല. ഒന്ന് ജസ്റ്റ് ഞാൻ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴേക്കും ഉറങ്ങി പോകുന്ന ഒരു അവസ്ഥയൊക്കെയായിരുന്നു കേട്ടോ. അത്രത്തോളം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് വന്നു. പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. ഞാൻ ഇത്രത്തോളം ശ്രദ്ധിച്ചിട്ടും എനിക്ക് വന്നു പോയ ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ട് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫീഡ് ചെയ്യുമ്പോഴായാലും ഉറങ്ങിപ്പോവാതെ ശ്രദ്ധിക്കുക, മാക്സിമം ഇരുന്ന് ഫീഡ് ചെയ്യുക. പൊസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കൈ പിടിച്ച് കൊടുക്കുമ്പോൾ ചില ആൾക്കാർ, വയസ്സായ ആൾക്കാർ വന്നിട്ട് പറയും ഇവിടെ കിടത്തി കഴിഞ്ഞാൽ കൈത്തണ്ടയിൽ കിടത്തി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ തല നീണ്ടു പോകും. ഇങ്ങനെ കുഞ്ഞിനെ കിടത്തുമ്പോൾ കുഞ്ഞിൻ്റെ തല നീണ്ടു പോകും, അതുകൊണ്ട് അങ്ങനെ കിടത്തരുതെന്ന് പറയും കേട്ടോ. പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇങ്ങനെ കിടത്തും, കുഞ്ഞിൻ്റെ തല നന്നായിട്ട് ഉരുട്ടി കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ മാക്സിമം ഇങ്ങനെ കുഞ്ഞിൻ്റെ തല ഉരുട്ടി മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ തല നീണ്ടു പോകുമോ അത്തരത്തിലുള്ള ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ടൈമിൽ കുഞ്ഞിങ്ങനെ കിടക്കുന്ന ടൈമിൽ തന്നെ കുഞ്ഞിൻ്റെ തല ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി. അതിനനുസരിച്ച് ഷേപ്പ് ആയിക്കോളൂ കേട്ടോ കുഞ്ഞിൻ്റെ തല. കാരണം എന്താ പറയുക, ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്യണ കാണുമ്പോൾ നമ്മളിപ്പോൾ എത്ര മാറിയിരുന്നാലും ചില ആൾക്കാർ ഇടിച്ച് കയറി വരും. നമ്മൾ പാല് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടായിരിക്കും ചിലർ ഇടിച്ച് കയറി വന്നിട്ട് അയ്യോ ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ തല നീണ്ടു പോകും എന്നൊക്കെ പറയും കേട്ടോ. നമുക്ക് ഏത് രീതിയിലാണോ കിടന്ന് പാല് കൊടുക്കുന്ന ഒഴിച്ച് നമുക്ക് എങ്ങനെ ഇരുന്ന് പാല് കൊടുക്കാനാണോ കംഫർട്ടബിൾ അങ്ങനെ ഇരുന്ന് ഫീഡ് ചെയ്യുക. അതിലൊരു ഇന്ന പൊസിഷനിൽ ഇരുന്നാലൊന്നുമില്ല. ഞാൻ ചില ടൈമിൽ കാലൊക്കെ കയറ്റി വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ പോയി ഇരുന്ന് ചാരി ഇരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് കുറച്ചും കൂടി കുഞ്ഞ് വലുതായി, കുഞ്ഞിനും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല എന്നുള്ള ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ കൊടുത്തു തുടങ്ങിയത്. എനിക്ക് പിന്നെ അവളും ഓക്കെയാണ്, അവൾക്ക് മനസ്സിലായി അമ്മ ഇങ്ങനെയാണ് എന്ന് അവൾക്ക് മനസ്സിലായി. എനിക്കും അവളുടെ കാര്യങ്ങൾ കുറേയേറെ പിടികിട്ടി തുടങ്ങിയ പിന്നെയാണ് ഞാൻ എൻ്റെതായ ഇഷ്ടങ്ങൾക്ക് കൊടുത്തു തുടങ്ങിയത്. പക്ഷെ ഞാൻ കിടന്നു കൊടുക്കാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ. രാത്രി ഒട്ടും കിടന്നു കൊടുക്കൂല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അങ്ങനെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ തന്നെ കറക്റ്റ് സമയത്ത്, നമുക്ക് അത്ര ഫുഡുകൾ കഴിക്കാനൊന്നും ഇല്ലെങ്കിലും അത് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ നോക്കാം. മെഡിസിൻ തന്നിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻ കറക്റ്റായിട്ട് കഴിക്കുക. ഇത്രയും തന്നെ ചെയ്താൽ തന്നെ നമ്മുടെ കുഞ്ഞിന് എന്താ പറയുക നന്നായിട്ട് വെയിറ്റ് ഒക്കെ വെച്ച് തുടങ്ങും. കറക്റ്റ് ടൈമിൽ ഫീഡ് ചെയ്യാൻ നോക്കുക. കുഞ്ഞിനെ ഒരു അരമണിക്കൂർ വീതം എങ്കിലും നമ്മൾ ഫീഡ് ചെയ്യിപ്പിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് കുഞ്ഞിൻ്റെ വിശപ്പടങ്ങാനും കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് പോഷകങ്ങളായിട്ട് ചെല്ലാനുള്ളൊരു മിൽക്ക് കുഞ്ഞിന് ഉള്ളിലേക്ക് എത്തുള്ളൂ. അതല്ലാത്ത മിൽക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, അത് വളരെ കട്ടി കുറഞ്ഞ വെള്ളം പോലെ ഇരിക്കുന്ന പാലാണ് ഫസ്റ്റ് വരുന്ന പാല്. അത് കുഞ്ഞ് കുടിക്കുമ്പോൾ കുഞ്ഞിന് ദാഹം മാറാൻ മാത്രമേ അത് സഹായിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് വരുന്ന പാല് നമ്മൾ കാണുമ്പോഴായാലും നമുക്ക് അറിയാൻ പറ്റും നല്ല കട്ടിയിലായിരിക്കും പാല് വരുന്നത്. കാരണം അന്നമോള് പെട്ടെന്ന് പാല് കുടിച്ചിട്ട് മുഖം മാറ്റുമ്പോൾ തന്നെ പാലിങ്ങനെ തെറിച്ച് പോകുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുമല്ലോ, അപ്പം നമുക്ക് കാണാൻ പറ്റും നല്ല കട്ടിയുള്ള പാലായിരിക്കും. അതിങ്ങനെ കയ്യിലൊരു ഇതുണ്ടാവും, എന്താ പറയുക, നമ്മൾ ഈ മധുരമുള്ള സാധനമൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു കട്ടി തോന്നില്ലേ, ആ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് പഠിച്ച ഒരാളൊന്നുമല്ല, എനിക്കറിയുന്ന കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മാക്സിമം നമ്മുടെ കുഞ്ഞിന് നല്ല വെയിറ്റ് ഒക്കെ വെച്ചിട്ട് കുഴപ്പമില്ലാതെ നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും. നമ്മുടെ ഹെൽത്തും നന്നാക്കി നോക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.